ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് വന്നിട്ടുള്ളത് പ്യുവർ മൊഡാലിൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള പ്യുവർ മൊഡാലിലാണ് വന്നിട്ടുള്ളത്. അതിലിതാ ഇതേപോലെ കണ്ടോ ബോർഡർ ഷിബോരി ചെയ്തിട്ടുണ്ട്. ഷിബോരി പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്, ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വിത്ത് ഈ ഒരു സെറി പല്ലുവാണ് ബോർഡറിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി തന്നെയാണ് ഇവിടെ ഇരിക്കുക കേട്ടോ. നിങ്ങൾ റോൾ പ്രസ് ചെയ്താലോ ഒക്കെ മതിയാവും. കണ്ടോ, ഇങ്ങനെയാണ് പല്ലു വരിക. 4 എഡ്ജിലും ഇതേപോലെ ടൈ ആൻഡ് ഡൈ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള കണ്ടോ, ഇങ്ങനെയാണ് വരിക. പ്ലെയിനായിട്ട് ഇങ്ങനെയാണ് വരിക. ബോഡി ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരിക. 2 സൈഡിലും ഇതേപോലെ. ഇത് നിങ്ങൾ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിവർന്ന് വരും കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അങ്ങനെ വരുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു റെയർ കളറാണ് കേട്ടോ. ഇനിയിപ്പോൾ നിറയെ ഫങ്ഷൻസും വെഡ്ഡിങ് സീസണും ഒക്കെ വരികയല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഫങ്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗി. ഇതിൻ്റെ പല്ലുവാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതായത് ബോഡി സിമ്പിളായിട്ട് വന്നിട്ട് പല്ലു ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതേപോലെ ലഗ്ഡി പട്ട പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇതും പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ചുരുങ്ങി നിൽക്കണം. ആ ഒരു ടൈ ആൻഡ് ഡൈ പ്രോസസ്സിൽ ഇതൊക്കെ നിവർന്ന് വരും കേട്ടോ. റോൾ പ്രസ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. സ്ലീവ്സിൽ ഇങ്ങനെ വരും. 2 സ്ലീവ്സിലും വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഹാൻഡ് ഷിബോരിയാണ് കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി ഇങ്ങനെ തുന്നി എടുത്തിട്ട് പിന്നെ ഡൈ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊക്കെ ഓൾ ടൈം ഹിറ്റായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് വരിക. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഉടുക്കാൻ. ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് ഉടുത്തുന്നേ തോന്നില്ല. നമ്മുടെ ഒരു സെക്കൻഡ് സ്കിന്ന് പോലെ അങ്ങനെ കിടക്കും. നല്ല ഭംഗിയിൽ ഞൊറിഞ്ഞെടുക്കാനോ വൺ ലെയറിലിടാനോ കണ്ടോ. നിങ്ങൾക്ക് ഫങ്ഷൻ വെയർ ആയിട്ട്, റിസപ്ഷൻ വെയർ ആയിട്ടോ, എന്ത് ബർത്ത്ഡേ പാർട്ടിക്കോ നൈറ്റ് ഫങ്ഷനോ എങ്ങനെ വേണമെങ്കിൽ വെയർ ചെയ്യാൻ സൂപ്പർബായിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ഇതേപോലത്തെ ബോർഡറും വരും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കണ്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പല്ലുവാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇതിലിങ്ങനെ നൂലും അങ്ങനെയൊക്കെ ഇരിക്കണ കാണാം കേട്ടോ. ആ ഒരു ഷിബോരി ടൈ ആൻഡ് ഡൈ ഒക്കെ ചെയ്തതിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ, ഇതേപോലെ വരിക. 2 സ്ലീവ്സിൽ വെക്കാനുള്ള ഡിസൈനും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. ഇത് നമ്മൾ അജ്രക് പ്രിൻറ്റ് വരുന്ന മൊഡാല് പോലെ ഒരുപാട് ഹെവി അല്ല. ഉടുക്കാനും നല്ലൊരു സുഖമാണ്. നല്ല സോഫ്റ്റാണ്, ഉടുക്കാനും സുഖമാണ്. നമുക്ക് മൊഡാലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. നമുക്ക് വെതർ ഫ്രണ്ട്ലിയാണ്. ഒട്ടും ചൂടെടുക്കില്ല. വളരെ കംഫർട്ടബിളാണ്. ഏത് ഏജിനും പറ്റിയതാണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതിൻ്റെ പല്ലു എന്ന് പറഞ്ഞാൽ ഇത്തിരിയും കൂടെ ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും പല്ലുവാണ് കേട്ടോ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടോ, ഇതേപോലെ നീഡിൽ ഷിബോരി, ഹാൻഡ് ഷിബോരി ആയിട്ട് ചെയ്തെടുക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ്. 4 എഡ്ജിലും ഇതേപോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പ്രസ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിക്ക് ഈ ഒരു ഭാഗം കിടക്കും കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നിവർന്ന് വരും. അപ്പോൾ ആ ഒരു എഡ്ജ് കാണാൻ, എഡ്ജ് ഷിബോരി നല്ല ഭംഗിയാണ്. ഇങ്ങനെ വരും. ഇത് പ്ലെയിനിൽ ഇതേപോലെയാണ് കേട്ടോ ബോർഡർ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. പല്ലുവാണ് ഇതേപോലെ വരുന്നത്. നല്ല ഭംഗിയുള്ള പല്ലുവാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് 1 ലെയറിലൊക്കെ ആയിട്ട് ഉടുത്ത ഗ്രാൻഡ് ആയിരിക്കും കേട്ടോ. നല്ലൊരു ഫങ്ഷൻ വെയറാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഓരോ കളറിനനുസരിച്ച് ഈ ഒരു സെറി പല്ലുവിൻ്റെ കളറിലും ഡിഫറൻസ് വരുന്നുണ്ട്. അതാത് കളറിന് മാച്ചായ രീതിയിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഞാൻ ഡബിൾ ലെയറിലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കാൻ മറക്കരുത് കേട്ടോ. കാരണം എൻക്വയറിയുടെ ടൈമിൽ നമുക്ക് നമ്പർ മാത്രമാണ് കയ്യിലുണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ 1 ലെയറിലിടുമ്പോൾ ഇതേപോലെ സീ ത്രൂ ഒന്നുമല്ല. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാണ്. ഉടുക്കാനും നല്ല എളുപ്പമാണ്. ഇതിന് പറ്റിയ ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് നമുക്കതൊരു റിസപ്ഷൻ വെയർ ആയിട്ടോ വെഡ്ഡിങ് ഗസ്റ്റായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ ഓണ സെലിബ്രേഷനോ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഷൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉടുക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പല്ലുവാണ് എല്ലാത്തിൻ്റെയും മെയിൻ അട്രാക്ഷൻ. ഇനി നമുക്ക് അടുത്ത കളർ. ഇത് ഓരോ കളറിലും
രണ്ട് ഡിസൈൻ ആ ഒരു ഫസ്റ്റത്തേൽ ആ ഒരു കളറിൽ മാത്രം ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇനിയുള്ളതൊക്കെ സെയിം കളറിൽ ഡിഫറെൻറ്റ് പല്ലു ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കി നമ്പർ നോക്കി സെലക്ട് ചെയ്യുക. ലിമിറ്റഡ് പീസാണ്, വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇത് നമുക്ക് ഇതിൻ്റെ വേറൊരു പാറ്റേൺ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, അതിന് ഇപ്പോഴും ഒരുപാട് എൻക്വയറിയാണ്. പക്ഷേ അത് മേക്ക് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത് വെക്കുകയായിരിക്കും നല്ലത്. ഫംഗ്ഷനുള്ള സമയത്ത് ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതൊന്നും അവൈലബിൾ ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. കുറേ പേര് ഇത് വന്നാൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പാറ്റേൺ ഞാൻ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആരെയും എപ്പോഴും പറയുന്നത് പോലെ ഇൻഡിവിജ്വലായിട്ട് അറിയിക്കുക പോസിബിൾ അല്ല കേട്ടോ. നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്താൽ മതി. റീസ്റ്റോക്ക് ചെയ്യുന്ന സാരീസൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കും. ബ്ലൗസ് വരുന്നത് നേരത്തെ കണ്ട അതേപോലെ തന്നെ ഇങ്ങനെ വരും കേട്ടോ. എൻ പോർഷനിലായിട്ട് ഈ ഒരു ഡിസൈനും ഉണ്ട്. സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വരും കേട്ടോ. ആ ഒരു ടൈ ആൻഡ് ഡൈ ഷിബോരി പാറ്റേൺ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. നേരത്തെ കണ്ട ഒരു മെറൂൺ കളർ തന്നെയാണ്, നല്ല ഡാർക്ക് മെറൂണാണ്. അതിൻ്റെ പല്ലു ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ഇങ്ങനെയാണ് കേട്ടോ. ലഗ്ഡി പട്ട അല്ലെങ്കിൽ ടിഷ്യൂ പല്ലു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് റോ ഫോമിലാണ് കേട്ടോ. ഡയറക്റ്റ് നമ്മൾ ഇത് മേക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഹ്യൂജ് എൻക്വയറി ആയിരുന്നു കേട്ടോ ഇതേപോലത്തെ സാരിക്ക്. നമ്മൾ മുന്നേ വേറൊരു പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലത്തെ ഞാൻ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, കാരണം ഒരുപാട് എൻക്വയറിയാണ് അതിന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഇതാ കണ്ടോ, ഇതും നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഡിസൈൻ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പല്ലു പോർഷനാണ്. 1 ലെയറിൽ ഇടുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുമാണ്. കണ്ടോ, ഈ എഡ്ജിൽ ഇതൊക്കെ ഇങ്ങനെ റോൾ പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വരും കേട്ടോ. ബ്ലൗസ് പീസ് റണ്ണിങ് തന്നെയാണ്. സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ വർക്കും വരുന്നുണ്ട് 2 സൈഡിലും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഓരോ പ്രാവശ്യവും നമുക്ക് കിട്ടുന്ന പ്രൈസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഓരോ പ്രാവശ്യവും നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടിയാൽ നിങ്ങൾക്കും ആ ഒരു റേറ്റിനായിരിക്കും. കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് റേറ്റിംഗ് വരുന്നത് കേട്ടോ. ഇതേപോലെ നല്ല ഭംഗിയുള്ള പല്ലു. കണ്ടോ, ഇതൊക്കെ ഉടുത്താലാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ. അതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുക. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നതാണ് ഡാർക്ക് ഗ്രീൻ, മെറൂൺ, ബ്ലാക്ക് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ബ്ലാക്കിൽ വന്നിട്ടില്ല. ഡാർക്ക് ഗ്രീൻ, മെറൂൺ, പിന്നെ ആ ഒരു ഗോൾഡൻ ബ്രൗണിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രീനാണ് കേട്ടോ. ഇതൊക്കെ അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നല്ല ടൈം എടുത്ത് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വർക്കുകളാണ്. കണ്ടോ, പ്യുവർ മൊഡാലിൽ വരുന്ന സാരിയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടിഷ്യൂ പല്ലു വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെ വരും. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. കണ്ടോ, സ്ലീവ്സിൽ വെക്കാനൊക്കെ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. നല്ല കളറാണ്. പല്ലു നല്ല സൂപ്പറാണ്. ടിഷ്യൂ പല്ലു ആൻഡ് നല്ല ഭംഗിയുള്ള കണ്ടോ ടൈ ആൻഡ് ഡൈ ഷിബോരി പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല കളറുമാണ് കേട്ടോ. ഇതിൽ ഏത് കളർ എടുത്താലും സൂപ്പറാണ്. ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. അടുത്തത് സാരി നമ്പർ 5 ആണ്. നേരത്തെ കണ്ട ആ ഒരു സെയിം ഗ്രീൻ കളർ തന്നെ. അതിൻ്റെ പല്ലുവിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. 2 ഡിഫറെൻറ്റ് ഡിസൈനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരെണ്ണം ഇതേപോലെ കണ്ടോ, നല്ല ഭംഗിയാണ്. നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇതേപോലെ ടിഷ്യൂ പല്ലു, 4 എഡ്ജിലും ആ ഒരു എഡ്ജ് ഷിബോരി വന്നിട്ടുണ്ട്. നമ്പർ 5 ആണ്. എപ്പോഴും ആ ഒരു ഫെസ്റ്റീവ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് സീസണൊക്കെ പേസ്റ്റലിനേക്കാളും ഇതേപോലത്തെ നല്ല ഡാർക്ക് കളേഴ്സ് നല്ല ഭംഗിയായിരിക്കും. ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് സൂപ്പറായിരിക്കും. ഇതാണ് ബ്ലൗസ് പീസ്. സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ
ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാരീൻ്റെ പല്ലുവാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇത് 1 ലെയറിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. റേറ്റ് സെയിം ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 6 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കാൻ മറക്കരുത്. ഇതൊരു ഡാർക്ക് ബ്ലൂ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. പല്ലുവാണ് സൂപ്പറായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഡെയിലി നമ്മൾ മുന്നേ കൊണ്ടുവന്ന ഇതേപോലത്തെ പ്ലെയിൻ എഡ്ജ് ഷിബോരിയും പല്ലുവിൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നതിന് ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മോഡൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴാണ് വരിക എന്നൊന്നും നമുക്കൊരു ഷുവർ അല്ല കേട്ടോ. ഈ മൊഡാൽ സാരീസ് അങ്ങനെയാണ്, പെട്ടെന്നൊന്നും കിട്ടില്ല. അവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇവരിത് ടൈ ചെയ്ത് ഡ്രൈ ചെയ്ത് എടുക്കാനൊക്കെ ടൈം എടുക്കും. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ലൊരു ബ്ലൂ ഫങ്ഷൻ വെയർ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റിയൊരു സംഭവമാണ്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. 2 സ്ലീവിലും വെക്കാനായിട്ട് ഇതേപോലെ വരും. നമുക്ക് ഫങ്ഷന് ഇങ്ങനെ കസവുള്ളതും ഒരുപാട് തിളക്കവും മിനുക്കുള്ളതൊന്നും വെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. സിൽക്ക് സാരി ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് മൊഡാലിൽ ഈ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്, എന്നാൽ ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. നമുക്കങ്ങനെ ചൂട് എടുക്കില്ല. കണ്ടോ, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് നല്ല ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയാണ്. റേറ്റ് സെയിം ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 7 ആണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നേരത്തെ കണ്ട സെയിം കളറാണ്, പക്ഷേ ഇതിൻ്റെ പല്ലുവിലത്തെ ഡിസൈൻ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് വീഡിയോ കൂടെ എങ്ങനെ ഇതിൻ്റെ ഭംഗി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒറിജിനൽ ഭംഗി മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് 1 ലെയറിലായിട്ടൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇത് ഉടുത്ത് കാണിച്ചാലാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തത് കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡബിൾ ലെയറിലാണ് ഇട്ടിട്ടുള്ളത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെ വരുന്നത് ടിഷ്യൂ പല്ലുവായിട്ടാണ് വരുന്നത്. ബ്ലൗസ് നേരത്തെ കണ്ട പോലെ ഇതേപോലെ സ്ലീവ്സിൽ വെക്കാൻ ആ സെയിം കളർ വരും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അപ്പോൾ ഇത്രയും കളേഴ്സിലാണ്. നല്ല കളേഴ്സാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ, മെറൂൺ, ഡാർക്ക് ബ്ലൂ, പിന്നെ ഒരു ഗോൾഡൻ ബ്രൗണും. ഇതിൽ ചിലത് കൂടുതൽ പീസുണ്ട്, ചിലത് സിംഗിൾ പീസേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ്, നമുക്കിത് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. പലപ്പോഴും കമൻറ്റ് വരാറുണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല, വീണ്ടും എടുത്ത് പറയാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ എൻക്വയറി ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഇഷ്ടമായ സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക. ആ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8304823244 ആണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കാണുക. എല്ലാ ഡീറ്റെയിൽസും അതിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെയും മൊബൈലിലത്തെ ഒരു ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും കളറും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ കാണിക്കുന്ന കളറാണോ നിങ്ങളുടെ മൊബൈലിൽ കാണുന്നതെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിലും നേരിട്ട് കാണുന്നതും വീഡിയോയിൽ കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മാത്രമല്ല മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഓണ കളക്ഷൻസും പുതിയ സാരീസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.